കണ്ണൂർ പാഠ്യത്തെ വയലുകളിൽ തുണിവെച്ച് കെട്ടി ഒരുക്കിയ വേദികളിൽ വെള്ളരി നാടകങ്ങൾ കളിച്ചും എഴുതിയുമാണ് ശ്രീനിവാസൻ എന്ന കലാകാരൻ വളർന്നത്. അന്ന് ശ്രീനിവാസനൊപ്പം നാടകം എഴുതിയിരുന്നത് സുഹൃത്തായ മാണിയത്ത് രവീന്ദ്രനാണ്. ചുറ്റുമുള്ള എന്തിനേയും നിരീക്ഷിക്കുകയും പ്രത്യേക ശൈലിയിലേക്ക് മാറ്റി എഴുതാനും ശ്രീനിക്കുണ്ടായിരുന്ന കഴിവ് രവീന്ദ്രൻ ഇപ്പോഴും ഓർക്കുന്നു. കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീനിവാസൻ എന്ന നടനെയും എഴുത്തുകാരനെയും ഒക്കെ പരുവപ്പെടുത്തിയ സ്ഥലം കണ്ണൂരിലെ പാട്യം എന്ന് പറയുന്ന ഗ്രാമമാണ്. അവിടുത്തെ നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിനോടൊപ്പം അന്ന് നാടക പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്ന മാണിയത്ത് രവീന്ദ്രൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. അന്ന് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ജീവിതം? ഇതിലേക്ക് നാടകത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? ആ കാലഘട്ടം ഒക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അവൻ എന്നെക്കാട്ടും ഇളയതാണ്. 3-4 വയസ്സുകളായിരുന്നു. ഒരുപാട് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ജോലിയിൽ. അവരെല്ലാം വിജയിച്ചപ്പോൾ ഇവനാണ് ആദ്യം തന്നെ ഒരു നാടക കമ്പനി കലാസമിതി തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ കലാസമിതി വിവരിക്കുന്നത് 70 ശ്രീനി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ആദ്യം അഹല്യ എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾ അവതരിപ്പിച്ചു. സംഭാവന കൂപ്പണം വെച്ച് അങ്ങനെ അവതരിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് നാടകം എഴുതി ഞങ്ങളുടെ നാടകം മാത്രമേ ഈ കലാസമിതിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ അവൻ്റെ നാടകമാണ് ഞങ്ങൾക്ക് ആദ്യമായി സമ്മാനം നേടുന്നത്. ഈ നാടകത്തിൻ്റെ ഈ എഴുത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജന്മന അവന് പ്രത്യേക ഇതാണ്. അവൻ ഏത് കാര്യവും നമ്മളിപ്പോൾ സീരിയസ് ആയിരുന്ന മാറ്റർ നമ്മൾ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുത്തുന്നത് ഞാൻ ഭയപ്പെടുന്ന മാതിരി തന്നെ എഴുതാം. പക്ഷെ അവനതിന് ഒരു സെറ്റയർ മൂഡ് ശ്രമിക്കും. നമുക്ക് ഭയം ഉള്ളിലുണ്ടാവുമെങ്കിൽ കൂടി അത് നമുക്ക് വളരെ ചിരിച്ചുകൊണ്ട് ആസ്വദിക്കാൻ കഴിയും. അതവൻ്റെ ബോൺ ടാലൻ്റാണ്. അതിപ്പോൾ മറ്റാർക്കും അങ്ങനെ പറ്റൂല. EV കൃഷ്ണപിള്ളൻ്റെ ആ കഥകൾക്ക് ശേഷം ഞാൻ കാണുന്നൊരു വ്യക്തി എനിക്ക് തോന്നുന്നത് ശ്രീനിവാസനെയാണ്. ഏത് കാര്യങ്ങളും വളരെ ഏത് ചെറിയ കാര്യങ്ങളും ഇപ്പോൾ EV കൃഷ്ണപിള്ളേൻ്റെ ഒരുപാട് പോസ്റ്ററും നമ്മളെ നാട്ടിൽ കാണുന്ന സ്ഥിര ആൾക്കാർ പറ്റിയെല്ലാം വലിയ ഇത് കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ശ്രീനിവാസൻ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന വിധത്തിൽ ചിരിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന വിധത്തിൽ എത്ര ദുഃഖകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക നൈസർഗിക വാസന ശ്രീനിക്ക് ആദ്യമുണ്ട്. അത് ജന്മവാസനയാണ്. അതങ്ങനെ ഉണ്ടാക്കിയത്. അന്ന് ഒരു സിനിമയിൽ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമല്ലേ. അവന് ഒരുപാട് കഷ്ടം മദ്രാസിൽ അനുഭവിച്ചിട്ടുണ്ട്. അവന് ഒരുപാട് ആൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിനുശേഷം എന്നാൽ പിന്നെ അവന് ബുദ്ധിമുട്ട് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം തൃക്കരിപ്പൂരി ഞങ്ങൾ കാണും. തൃക്കരിപ്പൂരി ഒരു ക്യാമ്പായിരുന്നു നമുക്ക്. തൃക്കരിപ്പൂരി നല്ല ബന്ധങ്ങളുണ്ട്. ഇവനെക്കാട്ടും എഴുതിലും ഇതിലും ഇവൻ്റെ ഏട്ടനെ ഭയങ്കര രവിയാണ്. പക്ഷേ അവന് പിന്നെ അതിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവന് നന്നായി അഭിനയിക്കും രവി. അപ്പോൾ അവരാ പള്ളിയിൽ നാടാവും. നമ്മളിവിടെ പിന്നെയും കാണുന്നത് ഇവിടെയാണ് നമ്മളെ കേന്ദ്രം അന്ന് ചെറുപ്പത്തിൽ. പിന്നെ വലുതായപ്പോൾ ഞങ്ങൾ ബന്ധപ്പെടുന്നു. അല്ല വലുതായപ്പോൾ ഈ കലയുടെ പേരിൽ ബന്ധപ്പെടുന്നു. അതിന് മുമ്പ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഞങ്ങൾ തമ്മിൽ അത്ര വലിയ ബന്ധമുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.